കോൺഗ്രസിൽ നേതൃത്വമറിയാതെ പുതിയ കൂട്ടായ്മ രൂപീകരിക്കാനുള്ള ശ്രമം തടഞ്ഞ് കെപിസിസി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ സംഗമം നടത്താനുള്ള നീക്കം തടഞ്ഞത് വിവരം ചോർന്നതോടെ. സംഗമം നിശ്ചയിച്ചിരുന്നത് ഇന്നലെ തിരുവനന്തപുരത്ത്. പഞ്ചായത്ത് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ലെന്ന് കെപിസിസി വിശദീകരണം. വീണ്ടും വിവാദത്തിന്റെ അണകെട്ടി മുല്ലപ്പെരിയാർ. ജലനിരപ്പ് കൂട്ടുമെന്ന വിജയ് സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനത്തിൽ വ്യാപക പ്രതിഷേധം. തീക്കൊള്ളികൊണ്ട് തലചൊറിയുന്നെന്ന് ഡീൻ കുര്യാക്കോസ് MP. മന്ത്രിതല ചർച്ചയ്ക്ക് ശ്രമിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. 42 അടി പരമാവധി ജലനിരപ്പിൽ മാറ്റം വരുത്താൻ കേരളത്തിനോ തമിഴ്നാടിനോ കഴിഞ്ഞില്ലെന്നും മന്ത്രി. ഇന്നും നാളെയും മഴ ശക്തമായി തുടരും. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട ആറന്മുള മേഖലയിൽ വെള്ളം ഇറങ്ങി തുടങ്ങി. അപ്പർ കുട്ടനാട്ടിൽ ജലനിരപ്പ് അതേപടി. വടക്കൻ കേരളത്തിൽ മഴ കുറഞ്ഞു. ഇടുക്കിയിൽ തുറന്ന ഡാമുകൾ അടയ്ക്കാറായില്ല. കട്ടപ്പനയിൽ കടകളുടെ മേൽക്കൂര തകർന്നു. മണ്ണിടിച്ചിൽ ജാഗ്രത തുടരുന്നു. തേൽക്ക മുൻ എഡിറ്റർ തരുൺ തേജ്പലിന് തിരിച്ചടി. 13 വർഷം മുമ്പ് സഹപ്രവർത്തകയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ കുറ്റക്കാരനെന്ന് ബോംബെ ഹൈക്കോടതി. വിധി തേജ്പലിനെ 2021 കുറ്റവിമുക്തനാക്കിയതിനെതിരെ ഗോവ സർക്കാർ നൽകിയ അപ്പീലിൽ ശിക്ഷ ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. ശബരിമല നെയ്ക്രമക്കേടിൽ PS പ്രശാന്തും അജികുമാറും പ്രതികളാകും. നടപടി ദേവസ്വം വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് പ്രകാരം. മിൽമയ്ക്ക് കരാർ നൽകിയത് ടെൻഡർ അട്ടിമറിച്ച്. ദേവസ്വം ബോർഡിനുണ്ടായത് 2.3 കോടി നഷ്ടമെന്നും കണ്ടെത്തൽ. സ്വർണ്ണക്കൊള്ളയിലും പ്രതികളായ പ്രശാന്തും അജികുമാറും നിലവിൽ റിമാൻഡിൽ. മംഗളൂരു ശ്രീനിവാസ കോളേജ് റാഗിംഗ് കേസിൽ 5 മലയാളി സീനിയർ വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. റാഗിങ്ങിന് ഇരയായതും മലയാളികൾ. 1-ാം വർഷ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചത് കറുത്ത ഷൂസ് ധരിച്ചതിന്റെ പേരിൽ. പ്രതികളായവരെ സസ്പെൻഡ് ചെയ്തെന്ന് കോളേജ് മാനേജ്മെന്റ്. പയ്യന്നൂരിലെ കമ്മ്യൂണിസ്റ്റ് തർക്കം കോടതി കയറുമോ? വി കുഞ്ഞികൃഷ്ണൻ MLA-ക്കെതിരെ നോട്ടീസ് അയച്ചു മുൻ MLA TAE മധുസൂദനൻ. നോട്ടീസിൽ ആരോപണമുയർന്ന ഫണ്ടുകളുടെ കണക്കും. മാനഹാനിക്ക് നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യം. മധുസൂദനനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് ആരോപണം ശരിയെന്ന് വ്യാഖ്യാനിക്കാതിരിക്കാനെന്ന് ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. പിണറായി വിജയൻ താമസിച്ചിരുന്ന വാടക വീടിന് മുന്നിൽ ED-യെ തടഞ്ഞ 6 CPM-കാർക്ക് കൂടി ജാമ്യം. ജാമ്യം നൽകിയത് ഹൈക്കോടതി. പുറത്തിറങ്ങുന്നത് IP ബിനു അടക്കമുള്ളവർ. ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ ജാമ്യം കിട്ടിയവരുടെ എണ്ണം 24 ആയി. പത്തനംതിട്ടയിൽ വീണ്ടും പോക്സോ കേസ്. 10ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ അച്ഛനും വീട്ടുടമയും അറസ്റ്റിൽ. ആകെ പ്രതികൾ 7. 3 വർഷമായി പീഡനത്തിന് ഇരയെന്ന കുട്ടി. വിദേശത്തുള്ള മറ്റൊരു പ്രതിയെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടങ്ങി പോലീസ്. തലസ്ഥാനത്ത് യുവമോർച്ച മാർച്ചിൽ സംഘർഷം. സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത് PSC ഉദ്യോഗാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച്. ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചവർക്ക് നേരെ ജലപീരങ്കി. അഭിമന്യു വധക്കേസിലെ 16 പ്രതികളും തിങ്കളാഴ്ച നേരിട്ട് ഹാജരാകണമെന്ന് കോടതി. ബോധപൂർവം മുറിവേൽപ്പിക്കൽ കുറ്റം ചുമത്തി പുതിയ കുറ്റവും തിങ്കളാഴ്ച പ്രതികളെ വായിച്ചു കേൾപ്പിക്കും. നേരത്തെ പ്രതികൾ ഹാജരാകാത്തതിൽ കോടതിക്ക് അതൃപ്തി. പിങ്ക് പോലീസിന്റെ പെട്രോളിംഗ് കാറിന് മുകളിൽ കയറി മദ്യപന്റെ അഭ്യാസ പ്രകടനം. സംഭവം തിരുവനന്തപുരം നെയ്യാറ്റിങ്കര ബസ് സ്റ്റാൻഡിന് മുന്നിൽ. ഇറക്കിവിട്ടത് കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി. മദ്യപൻ കാറിന് മുകളിൽ കയറിയത് പോലീസുകാർ പുറത്തിറങ്ങിയ സമയത്ത്. പാർലമെന്റ് മഴക്കാല സമ്മേളനത്തിന്റെ 14ാം ദിവസവും ഇരുസഭകളും ബഹളമയം. 2 മണിവരെ നിർത്തിവെച്ചു. ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികളെ പോലീസ് നേരിട്ടതിൽ അമിത്ഷാ പ്രസ്താവന നടത്തണമെന്ന ആവശ്യം. പ്രതിപക്ഷ പാർട്ടികൾ ശ്രീരാമനെ അപമാനിക്കുന്നെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. മലയാളികൾക്ക് അഭിമാനമായി ബഹിരാകാശത്ത് നടക്കാൻ ഇന്ത്യൻ വംശജനായ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ. ചരിത്ര ദൗത്യം ഇന്ത്യൻ സമയം വൈകുന്നേരം 6:05. ലക്ഷ്യം ബഹിരാകാശ കേന്ദ്രത്തിൽ സോളാർ പാനൽ നിർമ്മാണം. അനിലിന്റെ ദൗത്യം 7 മണിക്കൂർ നീളും.
ഹോർമുസ് തുറക്കാനുള്ള ധാരണയിലേക്ക് ഇറാനും ഒമാനും. മൂന്നാം കക്ഷിയെ ഒഴിവാക്കിയുള്ള കരാർ അന്തിമഘട്ടത്തിലേക്ക്. റഷ്യയും ചൈനയും ഒഴികെയുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് 7% ഫീസ് ഏർപ്പെടുത്തണമെന്ന് ഇറാൻ. ചുങ്കം അംഗീകരിക്കാൻ തയ്യാറാകാതെ അമേരിക്ക.